ഒരുപാട് സന്തോഷം. അന്നെടുത്ത തീരുമാനം ഒരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു തീരുമാനം വളരെ കഷ്ടപ്പെട്ടാണ് എടുത്തത്. കാരണം അങ്ങനെ ഒരു സ്കോറിൽ നിന്ന് പിന്നെ ഒരു റിപ്പീറ്റ് എന്ന് പറയുന്നത് ആരും അത്ര ചെയ്തോളൂ എന്ന് പറയില്ല. എന്നോട് സാറ് JP ആണെങ്കിൽ എപ്പോഴും പറയും, നീ അത് ഓർക്കരുത്, അത് വെച്ച് ഞാൻ റിപ്പീറ്റിൽ സ്കോർ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളിലൊരു പേടി. എൻ്റെ നീറ്റ് എക്സാമിനൊക്കെ അത്രയും സ്ട്രെസ്സായിട്ടാണ് ഇത്രയും മാർക്ക് അങ്ങനെ കുറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ എപ്പോഴും JP പറയും, എനിക്ക് പേടിയുണ്ട്, എക്സാം നല്ലോണം ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവിടുത്തെ മോക്ക് ടെസ്റ്റിന് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ആലോചിക്കുമ്പോൾ എനിക്ക് അതിനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റെ ഇഷ്ടം മുഴുവൻ MBBS ആണ്. എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിനെ ഒഴിവാക്കി ഞാൻ മറ്റൊന്നിലേക്ക് പോകുമ്പോൾ എനിക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഏറ്റവും വലുത്. ഇനി ആ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിക്കില്ല. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ ഇനി ജീവിതത്തിൽ ആ ക്വസ്റ്റ്യൻ തെറ്റരുത്. ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടാണ്ടായി പോയത്. അതാണ് നമ്മൾ ഓരോ എക്സാമിനും പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ഇനി ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഞാൻ തെറ്റിക്കില്ല. അപ്പോൾ തന്നെ പഠിക്കുക. ഹലോ, ഞാൻ സ്വാതി. ഞാൻ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇത് അനവദ്യ, ഡോക്ടർ JP's ക്ലാസ്സസിലെ സ്റ്റുഡൻ്റാണ്. അനവദ്യനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അനവധി ഒരു റിപ്പീറ്റ് ചെയ്തിട്ട് ഇത്തവണ ഒരു നല്ല മാർക്കിലെത്തിയ സ്റ്റുഡൻ്റാണ്. ഇത്തവണത്തെ നീറ്റ് എക്സാമിൻ്റെ മാർക്ക് 661 ആണ്. ഞാൻ അനവധിയെ സ്പെഷ്യലാക്കുന്ന കാര്യം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, അവൾ റിപ്പീറ്റ് ചെയ്ത സമയത്ത് മാർക്സ് 439 ആയിരുന്നു. അപ്പം അന്ന് 439 മാർക്സ് കിട്ടിയപ്പം കുറേ പേര് അനവധിയുടെ അടുത്ത് പറഞ്ഞു, സാധാരണ ഒരു 500+ മാർക്സ് ഒക്കെ കിട്ടിയ കുട്ടികളാണ് റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ MBBSന് കിട്ടുള്ളൂ. ഇപ്പം 400 മാർക്സിലെ കുട്ടികളെ റിപ്പീറ്റ് ചെയ്യാൻ പോയാൽ ഒരു വർഷം വേസ്റ്റ് ആയിരിക്കും, പോവണ്ടെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഈവൻ അവൾക്ക് തന്നെ പോവണ്ട, എനിക്ക് പോയാൽ ഇനി ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോയാൽ കിട്ടില്ല എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ട് എനിക്ക് MBBS അല്ലാണ്ട് എനിക്ക് വേറൊന്നും പറ്റില്ല, ഇതാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ് അവൾ വീണ്ടും ഡോക്ടർ JP's ക്ലാസ്സസിൽ റിപ്പീറ്റ് ചെയ്യാൻ വരികയാണ്. എന്നിട്ട് അവൾ ഒറ്റ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 661 മാർക്സ് നേടി എന്തായാലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ MBBS സീറ്റ് നേടുന്നുള്ളൊരു ഉറപ്പോടെ നിൽക്കുകയാണ്. അപ്പോൾ മോളെ, എനിക്ക് നിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, നിനക്ക് എന്താണ് തോന്നുന്നത്? അഥവാ കഴിഞ്ഞ വർഷം നീ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു സാധാരണ ഒരു ഡിഗ്രി കോളേജിൽ, ഇപ്പം ആർട്സ് കോളേജിലൊക്കെ പോയിട്ട് ഒരു കോഴ്സ് എടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നീ ഈ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു മൊമെൻറ്റ് നിനക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ മോക്ക് എന്താ നിൻ്റെ വിജയത്തിനെ പറ്റി പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. അന്നെടുത്ത തീരുമാനം ഒരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു തീരുമാനം വളരെ കഷ്ടപ്പെട്ടാണ് എടുത്തത്. കാരണം അങ്ങനെ ഒരു സ്കോറിൽ നിന്ന് പിന്നെ ഒരു റിപ്പീറ്റ് എന്ന് പറയുന്നത് ആരും അത്ര ചെയ്തോളൂ എന്ന് പറയില്ല. പിന്നെ എൻ്റെ റിപ്പീറ്റ് ലൈഫിൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റും ക്ലാസ്സുകളും പിയർ പ്രഷറൊക്കെ ആയിട്ട് കടന്നുപോയ ഒരാളാണ് ഞാൻ. അപ്പോൾ റിപ്പീറ്റ് തന്നെ ഞാൻ എൻ്റെ അത്രയ്ക്കും എന്താ പറയുക, ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരും നിരുത്സാഹപ്പെടുത്തുകയും മോക്ക് ടെസ്റ്റിനൊക്കെ മാർക്ക് പറയുമ്പോൾ കിട്ടില്ല എന്ന് പറയുകയും, ഫ്രണ്ട്സ് തന്നെ ഇല്ല, ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമുക്ക് അങ്ങനെ ഒരു ചെവി തരാതിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വർഷം ഞാൻ കടന്നുപോയത്. വേറൊരു കോച്ചിങ് സെൻ്ററിലായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. അതെ, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട്. എൻ്റെ റിപ്പീറ്റ് ലൈഫ് അത്ര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അപ്പോഴും ഞാൻ എന്നെ മോക്ക് ടെസ്റ്റിലൊന്നും മാർക്കില്ലെങ്കിലും ഞാൻ നീറ്റ് ആ ദിവസത്തിന് വേണ്ടി പഠിച്ച ഒരാളാണ് ഞാൻ. അന്ന് എനിക്ക് കഴിയുന്നു ആ ഒരു വിശ്വാസം, ആര് എന്ത് പറഞ്ഞാലും ഞാൻ എന്നെ കുറച്ചൊത്തിരി കാര്യമായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞു, മാർക്ക് അത്ര ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പിന്നെ എനിക്ക് എല്ലാവരും പറഞ്ഞു ഇനിയൊരു വഴിയില്ല. കാരണം ഇത്രയും ചെറിയ മാർക്കിൽ നമുക്ക് ഇനിയൊരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യുക, പിന്നെ അടുത്ത എക്സാം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയായിരിക്കും എക്സാമിൻ്റെ കാര്യങ്ങൾ, ഇനി പഠിച്ചാൽ കിട്ടുമോ. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടുന്ന അത്ര ഉറപ്പായിരുന്നു. കാരണം എനിക്ക് ചെയ്യുന്നത് ഞാൻ 100% ഞാൻ ചെയ്യും. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് ഞാൻ എൻ്റെ സ്വപ്നത്തെ അങ്ങനെ വിട്ട് കളയരുതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നുള്ള ആശങ്ക, എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ആലോചിക്കുമ്പോൾ എനിക്ക് അതിനെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എൻ്റെ ഇഷ്ടം മുഴുവൻ MBBS ആണ്. എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.
അപ്പോൾ അതിനെ ഒഴിവാക്കി ഞാൻ മറ്റൊന്നിലേക്ക് പോകുമ്പോൾ എനിക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഏറ്റവും വലുത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഇനി എന്തായാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, എനിക്കിത് പറ്റും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇന്ന സ്ഥലം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എവിടെയാണെങ്കിലും ഞാൻ പഠിക്കും, എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇവിടെ അടുത്ത് കൊയിലാണ്ടിലൊരു സെൻറ്റർ ഉണ്ട്, നല്ല എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്, +1 +2 പഠിച്ചപ്പോൾ നല്ല ക്ലാസ്സാണ്, ടീച്ചേഴ്സ് JP സാറ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ക്ലാസ്സാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു. ടീച്ചേഴ്സ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ്സൊക്കെ നന്നായിട്ട് എടുത്തു തരും. സാറാണെങ്കിലും ഇടയ്ക്ക് ഹോസ്റ്റലിൽ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറിന് പെട്ടെന്ന് മനസ്സിലായിരുന്നു നമ്മുടെ മുഖത്ത് എന്താണ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സാറ് വന്ന് ചോദിക്കട്ടെ വെറ്റി മോളെ എന്നുള്ളൊരു ചോദ്യം. നമ്മൾ ക്ലാസ്സിലിരുന്നാൽ ഞാൻ എപ്പോഴും പഠിക്കുക, റൂമിൽ വന്ന് ഞാൻ ക്ലാസ് തന്നെ ഇരുന്നാൽ പഠിക്കുക. അപ്പോൾ ഇന്ന് പഠിക്കുമ്പോൾ സാറ് അപ്പോൾ ക്ലാസ്സിലേക്ക് വന്നാൽ സാറ് വേഗം ക്ലാസ് കയറി വരും, എല്ലാവരോടും വിശേഷങ്ങൾ ചോദിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം കുട്ടികൾ സാറോട് സംസാരിക്കുമ്പോൾ അപ്പോൾ എന്നോട് വന്ന് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ നമ്മൾ കേൾക്കാൻ ഒരാളിവിടെ ഉണ്ടായിരുന്നു. എന്തോ ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, നമ്മളോട് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും നമ്മൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന്. അങ്ങനെ നമ്മളെ കേൾക്കാൻ ഒരാളിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ സ്ട്രെസ്ഫുൾ ഒന്നുമല്ല, നല്ല കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു സ്ട്രെസ്സും തരാണ്ട് നല്ല എൻവയോൺമെൻറ്റിൽ നമുക്ക് പഠിക്കാൻ പറ്റി. പിന്നെ എക്സാംസും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങനെ ഒരു കമ്പാരിസണോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെ. അങ്ങനെ കുട്ടികളെ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ സാർ ട്രീറ്റ് ചെയ്യും. എല്ലാവരെയും അങ്ങനെ വേർതിരിവുകളൊന്നും ഇല്ലാണ്ട് എല്ലാവരെയും സന്തോഷമായിട്ട് കൊണ്ടുപോകും. അതാണ് എനിക്ക് ഇവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. പിന്നെ ഇവിടുത്തെ ഡൗട്ട് ക്ലിയറൻസിനെ പറ്റി ഡൗട്ട് ക്ലിയറൻസ് ഇവിടെ നല്ല നമുക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ഡൗട്ട് ക്ലിയറൻസിന് സാറുമാർ വരും, നമുക്ക് അവരോട് ഡൗട്ടൊക്കെ ചോദിക്കാം, നന്നായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യം, ഈ ഒരു നമ്മുടെ കൂടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാം അറിയാം. അപ്പം ഞാൻ ഇപ്പോൾ സാറിൻ്റെ മുന്നിൽ നിന്ന് ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുടെ മുന്നിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സംഭവം നമുക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ബാക്കി എല്ലാവരും എന്ത് വിചാരിക്കും, എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഇതൊന്നും അറിയാണ്ടാണ് ഇവിടെ വന്നതൊക്കെ അവർ വിചാരിക്കും, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് JP's ക്ലാസ്സസ് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സാറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് വരെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ ഇവിടെ മെൻറ്റർഷിപ്പിന് വരുന്ന സമയത്ത് തന്നെ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര നല്ലതായിട്ട് തോന്നിയത്. കാരണം എല്ലാവരും എക്സ്ട്രോവേർട്സ് ആവണമെന്നില്ല. നമുക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് ഡൗട്ട് ചോദിക്കാൻ ഭയങ്കര പേടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കിട്ടുന്ന ഈ ഒരു ഇൻഡിവിജ്വൽ കെയറിനെ പറ്റി മോള് പറഞ്ഞു. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാനുണ്ടോ? ഇപ്പം മോളിപ്പോൾ തളർന്നിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടെങ്ങനെ? നമ്മൾ ഇടയ്ക്ക് ഞാൻ ഡൗൺ ആവാറുണ്ട്. കാരണം എൻ്റെ റിപ്പീറ്റ് ലൈഫ് എനിക്ക് എന്നൊരു സങ്കടമുള്ള ഒരു ഓർമ്മയാണ്. എന്നോട് സാറ് JP ആണെങ്കിൽ എപ്പോഴും പറയും, നീ അത് ഓർക്കരുത്, അത് വെച്ച് ഞാൻ റിപ്പീറ്റിൽ സ്കോർ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളിലൊരു പേടി. എൻ്റെ നീറ്റ് എക്സാമിനൊക്കെ അത്രയും സ്ട്രെസ്സായിട്ടാണ് ഇത്രയും മാർക്ക് അങ്ങനെ കുറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ എപ്പോഴും JPയോട് പറയും, എനിക്ക് പേടിയുണ്ട് എക്സാം നല്ലണം, ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവിടുത്തെ മോക്ക് ടെസ്റ്റിന് മാർക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ, കഴിഞ്ഞ പണ്ടത്തെ പോലെ തന്നെ ആവുമോ എന്നൊക്കെ. അപ്പോൾ അതെൻ്റെ ഉള്ളിൽ അത് സാറിനും അറിയാം, എൻ്റെ ഏറ്റവും വലിയ ഭയം അതായിരുന്നു. അപ്പോൾ സാർ പറയും, നീ അങ്ങനെ അങ്ങനെ നീ നിന്നെ വിലയിരുത്തരുതെന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അങ്ങനെ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ സാറിനത് മനസ്സിലാവും, നമ്മളോട് വന്ന് എന്താ കാര്യം ചോദിക്കുക. അതൊരു വാക്ക് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പകുതി അത് തീർന്നിട്ടുണ്ടാവും. പിന്നെ അനവധിയായിട്ട് കുറച്ച് നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ഉണ്ട്. അതായത് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പം എനിക്ക് ഈ വീക്കിലി എക്സാംസിനൊക്കെ മാർക്ക് കുറഞ്ഞാൽ പോലും ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ബോധേഡ് ആവുന്നുണ്ടായിരുന്നില്ല എന്ന് അനവധി പറഞ്ഞു. കാരണം അവള് ഫോക്കസ് ചെയ്തിരുന്നത് മാർക്സിലായിരുന്നില്ല, മറിച്ച് ആ ഒരു ജേർണിയിലായിരുന്നു. ആ ഒരു ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പ്രോസസ്സിലായിരുന്നു കൂടുതൽ അനവധി ഫോക്കസ് ചെയ്തിരുന്നത്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാനും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. നമ്മൾ മാർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ ഒരു ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ അത് ഫോക്കസ് ചെയ്ത് അത് മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഇൻപുട്ടിനെ ഫോക്കസ് ചെയ്തത് കൊണ്ട് തന്നെ ഫൈനൽ നീറ്റ് ആയപ്പോഴേക്കും നല്ല രീതിക്കുള്ള ഒരു ഔട്ട്പുട്ടിൽ എത്തിക്കാനും കൂടെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പം അതിനെപ്പറ്റി അനവധിക്ക് കുട്ടികളുടെ അടുത്ത് എന്താ പറയുന്നത്? ഇപ്പോൾ 2025 പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ ആ ഒരു പ്രോസസ്സിനെ അത്രയ്ക്കും സ്നേഹിച്ച് അത് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യമാണ്. ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം അത് ചെയ്ത് തീർക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ കിടക്കുമ്പോൾ ആ ദിവസം എന്ത് ചെയ്തു എന്ന് ആലോചിക്കും. അപ്പോൾ എനിക്ക് നാളെ ഇതിലും കൂടുതൽ ചെയ്യണം അങ്ങനെ എഴുതേ ഉള്ളൂ. എക്സാമിന് മാർക്ക് കുറഞ്ഞാലും അങ്ങനെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം, നമുക്ക് മാർക്ക് കുറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന കാര്യം ഇതാണ് എൻ്റെ ഏറ്റവും കുറഞ്ഞ മാർക്കെന്ന് ഞാൻ വിചാരിക്കും. ഇതിൽ നിന്ന് ഇനിയൊരു കുറവ് മാർക്ക്, അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം. എനിക്കൊരു എക്സാമിന് മാർക്ക് കുറവ് ഞാൻ വിചാരിക്കും ഇതാണ് എൻ്റെ ഏറ്റവും കുറഞ്ഞ മാർക്ക്, ഇനി ഇതിൽ നിന്നൊരു കുറവില്ല, ഇനി അങ്ങോട്ട് കൂടുകയുള്ളൂ. പിന്നെ അങ്ങനെ സങ്കടമൊന്നും പെട്ടില്ല. കാരണം എനിക്കറിയാം നമ്മൾ പഠിച്ചാൽ ആ മാർക്ക് ഇമ്പ്രൂവ് ആവും. അപ്പോൾ പഠിച്ച് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയതാണ്. പിന്നെ ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ജേർണി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ റാങ്ക് ലിസ്റ്റൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് നോക്കിയിരുന്ന ഒരാളല്ലായിരുന്നു. അത് പണ്ടും അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ മാർക്കിനെ അത്ര റാങ്കിനെ എങ്ങനെയൊന്നുമില്ല. ഞാൻ എന്നെ തന്നെ മോൾഡ് ചെയ്ത് എനിക്ക് ഒന്നുകൂടി ആവാന്നുള്ള ആ ഒരു എക്സാമിന് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു എക്സാം കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഫുൾ ഞാൻ എൻ്റെ ആൾക്കാരോടൊക്കെ പറയുന്ന കാര്യമാണ്, എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് ശരിയായ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ആ പേപ്പറൊന്നും ഞാൻ ജസ്റ്റ് എല്ലാം ഇവൻ്റെ നമ്മളിപ്പോൾ ഈ ഗസ്റ്റിനൊക്കെ നമ്മൾ ഗസ്സല്ല, അപ്പോൾ 2 ഓപ്ഷനിലൊക്കെ ഡൗട്ട് വന്നിട്ട് നമ്മൾ അങ്ങനെ ഉറപ്പിക്കില്ല. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ നോക്കിയാൽ ശരിയായ ക്വസ്റ്റ്യൻസും തെറ്റിയ ക്വസ്റ്റ്യൻസും അറിയാത്ത ക്വസ്റ്റ്യൻസും അന്ന് തന്നെ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ എഴുതി. അതാണ് ആ ദിവസത്തെ എൻ്റെ ജോലി. അത് തീർത്തിട്ട് ഞാൻ ബാക്കിയൊരു കാര്യത്തിലേക്ക് പോകുള്ളായിരുന്നു. ഈ എത്ര ടഫ് എക്സാം ആണെങ്കിലും സാറുമാർ തന്നെ പറയും അത് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് എക്സാമിന് മാർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തുണ്ടാകും. എനിക്ക് സമയം അങ്ങനെ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ ആ പേപ്പറിനെ അങ്ങനെ കളയില്ല. അത് ഞാൻ പഠിച്ച് ഇനി ആ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിക്കില്ല. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ ഇനി ജീവിതത്തിൽ ആ ക്വസ്റ്റ്യൻ തെറ്റരുത്. ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടാണ്ടായി പോയത്. അതാണ് നമ്മൾ ഓരോ എക്സാമിനും പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ഇനി ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഞാൻ തെറ്റിക്കില്ല. അപ്പോൾ തന്നെ പഠിക്കുക. പിന്നെ തെറ്റിയ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമുക്ക് കുറേ വായിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ നമ്മൾ തെറ്റിയ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ ചെയ്ത പേപ്പേഴ്സൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതും ജസ്റ്റ് അപ്പോൾ നമുക്ക് സ്പീഡ് വർദ്ധിപ്പിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റെപ്പൊക്കെ കുറച്ച് നമുക്ക് വേഗം കാൽക്കുലേഷനൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അനവധിയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നമ്മൾ നീറ്റ് എക്സാമിൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുന്നേ കൊയിലാണ്ടി അമൃത പബ്ലിക് സ്കൂളിൽ വെച്ചിട്ട് ഒരു മോഡൽ എക്സാം പോലെ നടത്തിയിരുന്നു. അതായത് ഈ മോഡൽ എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ യൂഷ്വലി ഹോസ്റ്റലിലാണ് നമുക്ക് മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇതുവരെ അറിയാത്തൊരു സ്കൂളിലായിരിക്കും പോകുന്നത്, അറിയാത്ത ഇൻവിജിലേറ്റേഴ്സ് ആയിരിക്കും വരുന്നത്, അറിയാത്ത കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ നീറ്റ് എക്സാമിന് പോകുന്ന സമയത്തുള്ള ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ പോവാത്തൊരു സ്കൂളിൽ, നിങ്ങൾക്ക് അറിയാത്തൊരു സ്കൂള് നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ ഒരു ദിവസം 2 തവണ അങ്ങനെ എക്സാംസ് നടത്തിയിരുന്നു, മോഡൽ എക്സാംസ് നടത്തിയിരുന്നു. അതായത് അങ്ങനെ ഒരു സ്കൂള് വാങ്ങിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ടീച്ചേഴ്സിനെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് വെച്ചിട്ട് ഒരു നീറ്റ് മോഡൽ എക്സാംസ് നടത്തിയിരുന്നു. അപ്പോൾ അത് നിനക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു, ഒരു സ്ട്രെസ് കുറയ്ക്കാൻ ഭയങ്കര. ഞാൻ ഇവിടെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നീറ്റ് എക്സാമിന് നേരത്തെ കയറിയിരിക്കും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പേപ്പർ എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ടെൻഷൻ ഓൾറെഡി ഉണ്ടാവും. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലും ക്ലാസ്സും ഒക്കെ ഒരു കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് സമയമൊന്നും പോയില്ല. അപ്പോൾ നമ്മൾ എക്സാം ചെയ്താണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് 2 മണിക്കല്ല, അപ്പോൾ ഫുഡ് കഴിച്ച് റിലാക്സ് ആയിട്ട് പോയി നമ്മൾ പഠിച്ച ക്ലാസ്സല്ലേ, അപ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല ആ ഒരു എൻവയോൺമെൻറ്റ്. നമ്മളെ ടീച്ചേഴ്സ് ഇൻവിജിലേറ്റേഴ്സ് അപ്പോൾ നമ്മൾ എഴുതും, അത് പ്രശ്നമില്ല. പക്ഷേ വേറെ എൻവയോൺമെൻറ്റ് നമ്മൾ കാണാത്തൊരു സ്കൂള് നേരത്തെ സാറ് നമ്മളെ ക്രിസ്ത്യൻ കോച്ച് ചെയ്ത് നേരത്തെ ചെന്നിരുത്തി. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ റിവൈസ് അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് പേടിയൊന്നുമില്ല. കാരണം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമോ നമ്മൾ ഇതാക്കുന്നത്. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സായിരുന്നു ഇൻവിജിലേറ്റർ ഉള്ളത്. ഇവിടുത്തെ ജെപിസിൽ ആരും ഇല്ലായിരുന്നു, ഫാക്കൽറ്റി ഒന്നും, സാറും എല്ലാവരും. അപ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ടാക്കി അങ്ങ് പോയി. പിന്നെ ഫുൾ അമൃതയിൽ അവർ എല്ലാവരും അങ്ങനെ. അപ്പോൾ നമുക്ക് അറിയാത്തൊരു സ്ഥലം എന്നുള്ളൊരു നമുക്ക് മനസ്സിലാവും. അപ്പോൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്യില്ല. നീറ്റ് എക്സാം എല്ലാവർക്കും വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് എഴുതുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ നീറ്റ് എക്സാമിന് മുമ്പ് നമുക്ക് അറിയാത്ത ആൾക്കാർ ഇപ്പോൾ ആ ഇൻവിജിലേറ്റർ നമ്മളോട് എന്തെങ്കിലും ഒന്ന് കടുപ്പിച്ച് വെച്ചാൽ നമുക്ക് പേടിയായി പോകും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നം അത് 2 വട്ടം നമുക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പുതിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു. നമുക്കറിയാത്ത ആൾക്കാരായതുകൊണ്ട് അവർ നമ്മളോട്
OMR സൈൻ ചെയ്യാൻ വരുമ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു ഇത് നമുക്കൊരു പേടി അത് മാറ്റാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം എനിവേ ഭയങ്കര സന്തോഷം, നീ ഒരു വർഷം കഷ്ടപ്പെട്ട് നിൻ്റെ ഒരു ഡ്രീം മാർക്കിൽ എത്തിച്ചേർന്നു. അപ്പോൾ നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഈ റീനീറ്റൊന്നും നടക്കാതെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ. അപ്പം MBBS ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു ദിവസം